ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെപ്പോഴും ക്ഷീണം, തളർച്ച, സംസാരിക്കുമ്പോഴുള്ള കിതപ്പ്, ശ്വാസം മുട്ടൽ, സ്കിൻ പ്രോബ്ലംസ്, മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് എന്നിവയൊക്കെ ഉണ്ടോ? ഇതെല്ലാം ബ്ലഡ് കുറവുള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിലേഹ്യത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബ്ലഡ് കുറവുള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ബൗള് കണക്കാക്കിയിട്ടാണ് കേട്ടോ മെഷർ ചെയ്യുന്നതെല്ലാം. അതായത് 2 ബൗള് ചുവന്നുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഈന്തപ്പഴം അത് ഒരു ബൗൾ ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്ലഡ് വെക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ കറുത്ത മുന്തിരി. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും 2 ബൗൾ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂട് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ബദാമും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ വേവിച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാലും നല്ലത് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ അടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അടിക്കണമെന്നില്ല കേട്ടോ, ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അടിച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ പെട്ടെന്ന് മൂടി വെക്കുകയും വേണം. ഈ മൂടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. മൂടി ഒരു പകുതിയായിട്ട് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കണത്. അല്ലെങ്കിൽ ഇത് മൂടി തുറക്കുമ്പോഴേക്കും എല്ലാ സ്ഥലത്തോട്ടും പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും. ഇനി ഇതിലേക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണം. ശർക്കര നീര് ഒഴിക്കുന്ന ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു 1.5 കപ്പ് ശർക്കര നീരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടാതെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ബ്ലഡ് കുറവുള്ളവർ ഇത് ഡെയിലി 2-3 പ്രാവശ്യം വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായി കഴുകി ഉണക്കിയ കുപ്പിയിൽ വേണം കേട്ടോ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. പിന്നെ നനവുള്ള സ്പൂണും ഇതിൽ യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ബ്ലഡ് കുറവുള്ളവർ മാത്രമല്ല, ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എല്ലാവർക്കും കഴിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക് യു, ബൈ.